ഹലോ, നല്ല നമസ്കാരം. ആഭ്യന്തര കുറ്റവാളി, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഫാമിലി കോർട്ട് ഡ്രാമ. സ്ത്രീകൾക്ക് വേണ്ടി ചോദിക്കാൻ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാരുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടി ചോദിക്കാൻ ആരുണ്ട്? പുരുഷപക്ഷം പറഞ്ഞ് സഹികെട്ട സഹദേവൻ. ഒരുപക്ഷെ ജെ ജെ ഹെ പോലെയോ അതല്ല എങ്കിൽ കെട്ടിയോളാളൻ്റെ മാലാഹ അങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫാമിലി ഓറിയൻ്റ് ആയിട്ടുള്ള ചില സബ്ജക്റ്റുകളുണ്ടല്ലോ. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ആഭ്യന്തര കുറ്റവാളിയും പറഞ്ഞു വയ്ക്കുന്നത്. സേതുനാഥ് പത്മകുമാർ അദ്ദേഹമാണ് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സഹകരണ ബാങ്കിൽ സ്ഥിരം തൊഴിലല്ലാത്ത പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആസിഫ് അലി ചെയ്യുന്ന കഥാപാത്രമാണ് സഹദേവൻ. അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞ് 10 ദിവസത്തിനകത്ത് അദ്ദേഹം സെപ്പറേറ്റ് ആകുന്നു. പെണ്ണ് വീട്ടുകാർ കല്യാണത്തിന് ചോദിക്കാതെ തന്നെ പൊന്ന് ഒരു 100 പവൻ സ്വർണം കൊടുക്കുന്നു. ആ 100 പവൻ സ്വർണം ഡിവോഴ്സിൻ്റെ സമയത്ത് തിരികെ ചോദിക്കുന്നു. അതുമായിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ കഥാസാരം. ആരെയും നമ്മുടെ സമൂഹത്തിൽ ആരെ കൊണ്ടും റീഫിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ബിഗ് സബ്ജക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത് ആഭ്യന്തര കുറ്റവാളി. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ പീനൽ കോഡ് 498A എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, തുല്യനീതിക്ക് വേണ്ടി സ്ത്രീയും പുരുഷനും വാദിക്കുമ്പോഴും, പ്രത്യേകിച്ച് സ്ത്രീകൾ വാദിക്കുമ്പോഴും ഇതുപോലുള്ള നിയമങ്ങളുടെ അവകാശ ലംഘനം കൂടി ഇതിൽ നടക്കുന്നു എന്നുള്ളതും പുരുഷന്മാരെ അതുവഴി ജയിലിലേക്ക് അയക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ഒരു മെസ്സേജ് കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. നിയമത്തെ സാധൂകരിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ പൊളിച്ചെഴുതുകയും ഒക്കെ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നതും കൂടിയാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് എന്നാണ് എനിക്ക് ഈ കണ്ടിട്ട് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ പ്രമേയം ഒരുപാട് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ ഇനി അത് ചർച്ച ചെയ്യപ്പെടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് വളരെ അധികം നോർമലായിട്ടാണ്, വളരെ പ്ലെയിൻ, വളരെയധികം വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ ശരിക്കുമുള്ള സിനിമയുടെ ആയിട്ടുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ കടന്നുകൂടുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കല്യാണമാണ്. വളരെ മനോഹരമായിട്ടൊരു വലിയ കല്യാണം. ഒരു വലിയ ഇൻട്രഡക്ഷൻ ഒന്നുമില്ലാതെ ആസിഫിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വലിയ ആഡംബരമൊന്നുമില്ല. പെട്ടെന്ന് കല്യാണം ആസിഫിനെ കാണിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ അവർ സെപ്പറേറ്റ് ആകുന്നു. അതിൻ്റെ പിന്നാലെ കുറേ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സിനിമയുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ ശരിക്ക് ഓരോ സിനിമ കഴിയും തോറും ഉണ്ടല്ലോ, ആസിഫ് അലി ഉണ്ടല്ലോ, ഈ പളുങ്ക് ഉരച്ചൊരച്ച് വെട്ടിത്തിളങ്ങുന്ന രീതിയിലാണ് ആസിഫിൻ്റെ പെർഫോമൻസ് ഓരോ ദിവസം കഴിയും തോറും, ഓരോ സിനിമ കഴിയും തോറും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസിഫിൻ്റെ ഭാര്യയായിട്ട് പെർഫോം ചെയ്ത നയന എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത തുളസി ഒരു ജീവനില്ലാത്ത ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതോടൊപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിന്ന ഒരു അഡ്വക്കേറ്റ് ഒരു പെണ്ണ് വളരെയധികം എനർജിക്കായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതും എടുത്തു പറയണം. പിന്നെ സെക്കൻഡ് ഹാഫിൽ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഹരിശ്രീ അശോകൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിച്ചു ഈ സിനിമയിൽ. ഭയങ്കരമായിട്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഗുഡ് ഫീൽ, ഹാർട്ട് ടച്ചിങ് എന്നൊക്കെ പറയാവുന്ന പെർഫോമൻസ്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ആരാണ്, സിദ്ധാർത്ഥ് ഭരതനും അദ്ദേഹവും പീറ്റർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹവും നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഹരിശ്രീ അശോകനെ മിന്നൽ മുരളിക്ക് ശേഷം ഇതിലാണ് തോന്നുന്നത് നന്നായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹം നല്ല രീതിക്ക് ഇവർ രണ്ടുപേരുടെയും കഥാപാത്രം പീറ്റർ, അതോടൊപ്പം തന്നെ ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ് ഭരതനും ഹരിശ്രീ അശോകനും നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് നെടുങ്ങാടിൻ്റെയും അതോടൊപ്പം ആനന്ദിൻ്റെയൊക്കെ കോമഡിയൊക്കെ കിടിലമായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക്
നന്നായിട്ടെന്ന് പറഞ്ഞാൽ കീടലമായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിലെ ഒരു കോമഡി ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നു. ഈ പിന്നെ കല്യാണത്തിന് ഈശ്വര പ്രാർത്ഥന പാടുന്ന ഒരു കോമഡിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് ഒരു സിനിമയിൽ ഇതുവരെ കാണാത്തത്, അല്ലെങ്കിൽ ഒരു കോമഡി പരിപാടികളിലൊന്നും ആരും പറയാത്ത ഒരു കിടലൻ കോമഡി ആയിട്ട് എനിക്ക് തോന്നി. അത് ഒരു നല്ല നല്ല ചിരി ഉണർത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ ആസിഫിൻ്റെ ഒരു നല്ല ഒരു ഡയലോഗുണ്ട്. ചങ്ക് കൂട്ടുകാരന്മാരാണ് ഇവരെല്ലാവരും, 3 പേരും കൂടി. ആസിഫ്, ആനന്ദ്, പിന്നെ അസീസ്, ഇവർ 3 പേരും ചങ്ക് കൂട്ടുകാരന്മാരാണ്. അവർ സങ്കടം വരുമ്പോൾ എന്തോ മഴയത്ത് കയറി നിൽക്കാൻ വേണ്ടി നീ ആര് ചാർലി ചാപ്ലിനോ, ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് അത് ഈ ചങ്കുകൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, പറഞ്ഞ് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ ജഗദീഷ്, വിജയകുമാർ, അവരുടെ പെർഫോമൻസ് കുഴപ്പമില്ല. പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അതോടൊപ്പം തന്നെ നീരജ രാജേന്ദ്രൻ, അവരുടെ പെർഫോമൻസും ഓക്കെയാണ്. മൊത്തത്തിൽ ഒരു ഗുഡ് ഫീൽ തന്നെയാണ് ഈ സിനിമ. പിന്നെ എന്താ പറയണ്ടേ, പുരുഷന്മാർ കണ്ടിരിക്കേണ്ട സിനിമ. അതിലുപരി 498A കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതും, അതോടൊപ്പം തന്നെ നിയമങ്ങളെ പൊളിച്ചെഴുതുകയും പിന്നെ ഈ തുല്യതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ഈ നിയമങ്ങളെയൊക്കെ. അതോടൊപ്പം തന്നെ പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇതും കൂടി ഉണ്ടാവുന്നുണ്ട്. അതിനെയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു.